സോ ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ക്യാംലിൻ്റെ ചാർക്കോൾ പെൻസിൽസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയണം ഇന്നത്തെ വീഡിയോ ഗൈസ്. ഇത് വലുതായിട്ടൊന്നുമില്ല, ഇതിങ്ങനെ വലിയ ചീപ്പ് പെൻസിൽ വരും. ആൻഡ് 3 ഷെയ്ഡ്സാണ് വരുന്നത്. ഇതിന് ഏകദേശം 90 റുപ്പീസ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ഉണ്ട്, ഹാർഡ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. ആൻഡ് ഞാൻ ഇതിൻ്റെ സോഫ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തൽക്കാലത്തേക്ക് തന്നതിന് സോഫ്റ്റ്. എൻ്റെ ഓൻ പറഞ്ഞത് നമുക്ക് ഈ സോഫ്റ്റ് ക്യാംലിൻ്റെ ചാർക്കോൾ പെൻസിൽ മാത്രം മതി ശരിക്കും ഡ്രോയിങ്സ് ചെയ്യാൻ. അപ്പോൾ ഈ ഹാർഡ്, സോഫ്റ്റ്, ന്യൂട്രൽ, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് വെച്ചാൽ ഈ ഹാർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടും, മീഡിയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ്, സോഫ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഷെയ്ഡ് കിട്ടും എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്. സോഫ്റ്റ് എന്ന് പറയുന്ന പെൻസിലാണ് നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടുക. ഹാർഡ് എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കിട്ടുക. ആക്ച്വലി ഞാൻ കാണിച്ചു തരാം, മറ്റേ ജസ്റ്റ് ഒന്ന് പേപ്പറിലാക്കിയിട്ട്. ഇത് ഹാർഡ് നോക്കിക്കോളെ. നമ്മൾ ഹാർഡിൽ വരക്കുന്ന വെച്ചാൽ ഇതാണ് ഒരു ഹാർഡിൻ്റെ ഷെയ്ഡ്. ഇതാണ് ഈ സോഫ്റ്റ്. കണ്ടോ, സോഫ്റ്റിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ്. മീഡിയം നോക്കാം. ന്യൂട്രലും സോഫ്റ്റും ഏകദേശം ഡാർക്കർ ഷെയ്ഡ്സാണ് വരുന്നത്. ഹാർഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഞാനും ഒരു ബിഗിനറാണ്, സോ എനിക്കും വലിയൊരു ഐഡിയ ഇല്ല. ബട്ട് നമ്മൾ അറിഞ്ഞ ഓരോ കാര്യവും ഷെയർ ചെയ്യുന്നേ ഉള്ളൂ.